ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാവന്ദനത്തെ അറിയിക്കുന്നു. 70 ദിവസത്തിൻ്റെ പ്രാർത്ഥനയുടെ 9ാമത്തെ ദിവസത്തിൽ നാം ഓരോരുത്തരും വന്നു ചേരുമ്പോൾ ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മളോട് സംസാരിച്ച അതേ വചനത്തിൻ്റെ സാരാംശങ്ങളിൽ കൂടെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇന്നും സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ഈ ലോകത്തിൻ്റെ ശബ്ദങ്ങളും ഈ ലോകത്തിൻ്റെ പലവിധമായിരിക്കുന്ന രീതികളും കാരണം നമുക്ക് പലപ്പോഴും ദൈവിക ശബ്ദം, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ കഴിയാതെ നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും, നാം പലപ്പോഴും പല വിഷയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ദൈവത്തെങ്കിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരോടും കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, ആ അധ്യായത്തിലെ സംഭവം നാം ഏവർക്കും സുപരിചിതമാണ്. അതിൽ പറയുന്ന ഒരു കാനായിലെ കല്യാണ വീട്ടിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ആദ്യം ചെയ്ത അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് നാം കാണപ്പെടുന്നത്. അവിടെ നമുക്കറിയാം, ആ കല്യാണ വീട് യേശുക്രിസ്തുവിന് വേണ്ടിയും വളരെ വിലപ്പെട്ടതാണ്. കാരണം യേശുവിനെ തൻ്റെ ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് വിളിച്ചിരുന്നു. യേശുക്രിസ്തു ഒരിക്കലും ആ കല്യാണ വീടിനെ ഒരു നിന്നയോ പരിഹാസ വിഷയമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വിവാഹ വീട്ടുകാർക്ക് ഈ വിവാഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയെക്കാട്ടിലും അതിനെ ഉള്ള ആനന്ദത്തെക്കാട്ടിലും പ്രതീക്ഷയെക്കാട്ടിലും എൻ്റെ കർത്താവാം ദൈവത്തിന് ആ വീട്ടിൽ ഇന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം നാളുകൾ കൊണ്ട് ആ വീട്ടിലെ ഒരു അതിഥിയായിരുന്നിട്ടും, ആ സഭയിലെ ഒരു അതിഥിയായിരുന്നിട്ടും, ആ സമൂഹത്തിലെ ഒരു അതിഥിയായിരുന്നിട്ടും, അവിടുത്തെ ഒരു വ്യക്തിയായിരുന്നിട്ടും ഒരു കാര്യത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയാതെ പ്രത്യേകമായ ഒരു രീതിയിൽ തന്നെ ഉറപ്പിച്ച് മാറ്റി നിർത്തി, ഒരു പ്രത്യേക തലത്തിൽ കൊണ്ട് ഒതുക്കി നിർത്തിയിട്ട് ഇതിന് മുന്നോട്ട് നിനക്കിനി ഒരു സ്ഥാനമില്ല, ഇതിന് മുന്നോട്ട് നിനക്കിനി ഒരു മാറ്റമില്ല, നിന്റെ യോഗ്യത ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്ന ചിലതിനെ അകത്തുൾക്കൊള്ളുവാനെ കൊണ്ടാണ് സ്വർഗം ഭൂമിയിൽ വന്നത് എന്ന് ആ ഒരു ദൃഷ്ടാന്തത്തിൽ കൂടെ, ആ ഒരു സംഭവത്തിൽ കൂടെ പരിശുദ്ധ ദൈവം നമ്മളോട് അറിയിക്കുകയാണ്. ആമേൻ. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുവാൻ ഈ ലോകത്തിൽ നമുക്കറിയാം ജാതി മതഭേദം, ജാതികൾ, മതങ്ങൾ പലപ്പോഴും മനുഷ്യരെ വ്യത്യസ്തമായിട്ട് കാണുകയാണ്. വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും മനുഷ്യരെ വ്യത്യസ്തരായിട്ട് കാണുകയാണ്. സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും അങ്ങനെ പല കാറ്റഗറി ഡിവൈഡ് ചെയ്ത് മനുഷ്യരെ ഒതുക്കി മാറ്റി നിർത്തുമ്പോൾ അങ്ങനെ ഉള്ളതിനെ ഉൾക്കൊള്ളുവാനെ കൊണ്ടാണ് സ്വർഗം ഭൂമിയിൽ വന്നത്. അതിൻ്റെ പേരാണ് നിത്യസ്നേഹം. അതിൻ്റെ പേരാണ് തന്നെത്താൻ ത്യജിച്ചുകൊണ്ടുള്ള സ്നേഹം. യേശു ക്രിസ്തുവിൻ്റെ ദൃഷ്ടി ആ തീർന്നു പോകുന്ന വീഞ്ഞിലേക്കല്ല. യേശു കർത്താവിൻ്റെ വന്നിരുന്നപ്പോൾ ദൃഷ്ടി അതിലേക്കാണ്. ആ പുറത്ത് തള്ളപ്പെട്ട് കിടക്കുന്ന കൽപാത്രങ്ങൾ യേശു പറയണം, അതിനെ അകത്ത് കൊണ്ടുവരുക. ഇന്ന് ഞാൻ അതിനെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ വീട്ടുകാർ ആഗ്രഹിച്ചിട്ടല്ല, കാരണം അവർ ദൈവത്തിൻ്റെ പരിശുദ്ധം ഇങ്ങനെ വിളിച്ചു പറയുന്നു, പലരും നിന്നെ ഉൾക്കൊള്ളുവാൻ തയ്യാറല്ല, പലരും നിനക്കൊരു അവസരം തയ്യാറല്ല. പക്ഷെ സ്വർഗം അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി നിന്നെ അകത്ത് പ്രവേശിക്കുമാറാക്കും. നിനക്ക് വേണ്ടി ദൈവം മേശ ഒരുക്കും. വിശ്വസിക്കുക, ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.